മോനെ തങ്കച്ച, നീ വീട്ടിലോട്ടൊന്ന് ചെല്ലും മോനെ. ചെന്ന് ചോറും ചെല്ലും മോനെ. മോളെ ഊണ് കഴിച്ചു. മോൾ ഇന്നലെ ഒന്നും കഴിച്ചതല്ലല്ലോ. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും റാഹേലേ? നമ്മൾ എത്ര കരഞ്ഞു ദുഃഖിച്ചാലും കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കുമോ തങ്കച്ചൻ്റെ അമ്മച്ചി? ഊണ് കഴിക്കും. ഇങ്ങനെ വിശന്നിരുന്ന വല്ല സൂക്കുകളും പിടിക്കും. തങ്കച്ച, തങ്കച്ച, എന്റെ കൊച്ചുങ്ങൾ അനാഥരായിപ്പോയല്ലോ റാഹേലേ. അതിനിങ്ങനെ കരഞ്ഞാലോ? അനാഥർക്ക് ദൈവം കൊണ്ട് ചേട്ടത്തി തോന്നാം. ചേട്ടത്തി ഊണ് കഴിക്കും. വരൂ തങ്കച്ച, ഇരുന്ന് ഊണ് കഴിക്കും. ഊണ് കഴിക്കും തങ്കച്ച. എനിക്ക് വിശപ്പില്ല തങ്കമ്മേ. ഇനി ഒരിക്കലും വിശക്കില്ലേ. ഇങ്ങനെ എത്ര ദിവസമായിരിക്കും? കഴിക്കൂ. ഇത്ര തന്റെ ഇടമില്ലാതെ ആയല്ലോ. തങ്കച്ചനൊരാണല്ലേ? മോനെ, നീ പള്ളിക്കൂടത്തിലേക്കാണോ? അതെന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? നീ പോയാൽ എങ്ങനെയാ നമുക്ക് ആ വല്യപുരയ്ക്കലെ ഉപ്പാപ്പനെ ഒന്ന് കാണാൻ പോകണ്ടായോ? അതെല്ലാം പള്ളിക്കൂടം ഇല്ലാത്ത ദിവസം പോവാം. തങ്കച്ച, നിനക്കിനി അപ്പനുള്ളപ്പോഴത്തെ പോലെ നടക്കാൻ നിൽക്കുമോ? നീ പഠിക്കാൻ പോയാലും ഇനി നീയാണ് മോനെ ഈ കുടുംബത്തിന്റെ തൂണ്. അല്ല, ഉപ്പാപ്പനും കയറി ഇരുന്നാട്ട് ഉപ്പാപ്പ. പിന്നെ എങ്ങനെയിരിക്കുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളെല്ലാം ഉപ്പാപ്പൻ അറിയാമല്ലോ. എനിക്കൊന്നും നിശ്ചയമില്ല ഇവിടുത്തെ കാര്യങ്ങള്. കുറച്ച് കാപ്പി അനത്തിട്ടു. എന്നാ മുറുക്കിയാട്ടെ. ചേട്ടൻ ഇങ്ങ് വന്നല്ലോ, അതേതായാലും നന്നായി. ഭാഗ്യത്തിന് ഉപ്പാപ്പൻ ഇങ്ങ് വന്നു. ഇവരങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. അവിടെ വന്ന് ചേട്ടനോട് ഇവിടുത്തെ കാര്യമെല്ലാം ഒന്ന് സംസാരിക്കാൻ. എന്നോട് എന്തുവാ സംസാരിക്കാൻ? എനിക്കൊന്നും അറിഞ്ഞുകൂടും ഉപ്പാപ്പ. കടക്കാരെ കൊണ്ട് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. ഞാൻ എന്ത് ചെയ്യും? കടക്കാർ പിന്നെ അവിടെ ചക്രം തിരിച്ചു ചോദിക്കത്തില്ല. അപ്പൊ ഞാൻ വന്നും തെറ്റായിപ്പോയി. ഞാൻ എന്റെ ഇടപാടിന്റെ കാര്യത്തെ പറ്റി പറയാനാവുന്നത്. ഉപ്പാപ്പന് തരാനുള്ളതെങ്കിലും ഇളവ് ചെയ്ത് തരണേ. എനിക്ക് വെള്ളപ്പൊക്കത്തിന് ഒഴുകി വന്ന് കിട്ടിയ പണമല്ല. അത് കൊള്ളാം. ഇവർക്ക് ഈ ആപത്ത് സമയത്ത് ചേട്ടനല്ലാതെ മറ്റാരാണ്ട് സഹായത്തിനുള്ളത്? ചേട്ടൻ ഈ കുടുംബം ഒന്ന് നോക്കിയെടുത്ത് കൊടുക്കണം. എനിക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ, വല്ലവന്റെ കുടുംബം നടത്താൻ. ഞങ്ങൾ അന്യരല്ലല്ലോ ഉപ്പാപ്പ. ഈ കുടുംബം നശിച്ചു കാണുന്നത് ഇഷ്ടമാണോ? ഞാനും എന്റെ പിള്ളേരും വര്യാധാരമായി തെണ്ടുന്നത് മാനമാണോ? അമ്മച്ചി എന്തിനിങ്ങനെ കിടന്ന് കെഞ്ചുന്നു? നമുക്കാരുടെയും കാല് പിടിക്കാറായിട്ടില്ല. അതെ, ഇതുകൊണ്ട് അതിശിക്കാനില്ല. ഇവന്റെ അപ്പൻ ആളെ പറ്റിക്കുന്ന പയ്യാ കയ്യിലുണ്ട്. അവരൊരു നെറുകെട്ടവനായിരുന്നു. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? മര്യാദയായിട്ട് സംസാരിക്കണം. ഗുരുത്വദോഷം പറയാതെടാ, നിന്റെ ഉപ്പാപ്പനാണിത്. അതുകൊണ്ട് എന്റെ അപ്പനെ പറ്റി എന്തും പറയാമെന്ന്? ഒരു കാശ് വെച്ച് തരണ്ട. അപ്പൻ ഉണ്ടാക്കിയ മുതലാണ്, അപ്പൻ വരുത്തി വെച്ച കടവുമാണ്. മുഴുവൻ ഈടാക്കിക്കൊള്ളണം. പക്ഷേ എന്റെ അപ്പച്ചനെ പറ്റി അനാവശ്യം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഉപ്പാപ്പനാണെന്ന് ഞാൻ വിചാരിക്കില്ല. ഞാനൊന്നും പറയാനും പഠിക്കാനുള്ള വരുന്നില്ല. എന്റെ മര്യാദ കൊണ്ട് ഞാൻ അവിടെ വന്നു. ഞാൻ പോകുക. ചേട്ടൻ ഇവരെ ദ്രോഹിക്കരുത്. ദൈവത്തെ മറന്നൊന്നും പ്രവർത്തിക്കരുത്. നിങ്ങൾ എന്തിനാകോ ഇവിടെ വക്കാലത്ത് പിടിക്കാൻ വരുന്നത്? ഞാൻ നല്ലപോലെ അധ്വാനത്തിനാക്കി മുതല. അത് വേണമെന്ന് വെക്കാൻ ഞാൻ തയ്യാറില്ല. ചേട്ടാ ഒന്ന് നിന്നെ. സാറേ, എനിക്കെന്റെ സങ്കടം പറയാൻ മറ്റാരുമില്ല. സാർ അന്യനാട്ടിൽ നിന്ന് വന്നതാണെങ്കിലും ഞങ്ങൾക്ക് അന്യനല്ല. ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത്. നാളെയും മറിച്ചാകരുതെന്നേ വിചാരമുള്ളൂ. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്തൊക്കെ വിച്ചിട്ടായാലും ശരി, ഈ കടങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണം. എനിക്ക് സ്വൈരം കിട്ടിയാൽ മതി സാറ്. വിഷമിക്കാതെ ചേട്ടത്തി. ദുഃഖിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും സഹായത്തിന് ദൈവമുണ്ട്. നമുക്കെല്ലാം ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. സമാധാനപ്പെടരുത്. എല്ലാം പോട്ടെ, കിടപ്പാടമെങ്കിലും കടമൊഴിഞ്ഞു കിട്ടിയില്ല. പട്ടിണിയാണെങ്കിലും സ്വൈരമുണ്ടാകുമല്ലോ. പിതാവേ,
ഞാൻ നോക്കാം. വന്നതെല്ലാം വന്നു. തങ്കച്ചൻ നാളെ തന്നെ പോയി ആ ജോലിക്കൊന്ന് ശ്രമിക്കണം. ഞാൻ നാളെ തന്നെ പോകുന്നു. ആ ശരി. തങ്കച്ച, എങ്ങോട്ടാ യാത്ര? തോട്ടത്തിലൊരു ജോലി അന്വേഷിച്ച് പോവുകയാണ്. അമ്മയുടെ ഒരു ആങ്ങളുണ്ട് അവിടെ. എന്തെങ്കിലും ജോലി വാങ്ങി തരാതിരിക്കേല. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. എങ്കിലും ഞാൻ അറിഞ്ഞു. പറയാഞ്ഞത് എന്റെ വിഷമം കൊണ്ടാണ് തങ്കമ്മ. വണ്ടിക്കൂലി കാശുണ്ടോ? ഉണ്ടല്ലോ. ഇതാ ഇതിരിക്കട്ടെ. അപ്പച്ചൻ പുസ്തകം മേടിക്കാൻ തന്നതാ. അത് ഞാൻ പിന്നെ മേടിച്ചോളാം. വേണ്ട തങ്കമ്മ. ഓ, വലിയ അന്തസ്സൊന്നും വേണ്ട. ഇതാരാണെന്ന് അറിയാമോ? തങ്കച്ചന്റെ പ്രിയപ്പെട്ട തങ്കമ്മയാണ്. അതെ. ആ, അപ്പൊ എനിക്ക് കുറച്ച് അധികാരമൊക്കെ ഉണ്ട്. കുറച്ചല്ല, സകല അധികാരവും തന്നിരിക്കുന്നു. എഴുത്തയക്കണം. ശമ്പളം കിട്ടിയാൽ അന്ന് തന്നെ തങ്കച്ചന്റെ അമ്മച്ചി പണം വയ്ക്കണം. മനസ്സിലായോ? മനസ്സിലായി. തങ്കച്ച, ഒരു കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാ. എന്താ അത്? ഓ, ഞാൻ ഉറക്കത്തിലും തങ്കമ്മയെ സ്വപ്നം കാണണമെന്ന് അല്ലേ? ഓ, തീർച്ചയായും. ഉണർന്നിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട തങ്കമ്മ ഓർമ്മിക്കും തങ്കമ്മ.
കരീറ്റേ നമ്മൾ ഉടനെ തന്നെ പട്ടാളത്തിൽ പോവും. ഇപ്പൊ നമ്മളെ തടി നന്നായിട്ടുണ്ടാ? ഓ ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇതിൽ വെച്ചിരുന്ന മുട്ട എന്ത് ചെയ്യുന്നേ? മുട്ടയാ? ആ, കോയിന്റെ മുട്ട. ആ, ഞാൻ കണ്ട. ഞമ്മള് കോയിനെ തന്നെ കണ്ടിട്ട് 4 മാസം കഴിഞ്ഞു. പടച്ചോ എനിക്കറിയാം. ആ പിന്നെ കരീഷേ, നീ ഇപ്പൊ അടുക്കളയിലോട്ട് പോണില്ലേ? ഇല്ല. ആ ചുമ്മാ ഒന്ന് പോന്ന്. ഇപ്പൊ മനസ്സില്ല. അന്നൊരു പൂച്ചല്ലേ അടുക്കളയിലോട്ട് പോണത്. അവൻ ഇപ്പൊ നാളെ മീൻകറി വൈ